KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സോളാർ വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. പ്രതിഷേധം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സരിതയ്ക്കെതിരെ സർക്കാർ കേസെടുക്കാത്തത് സ്വന്തക്കാരായതിനാലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഭീകരസംഘടനയായ ലഷ്കർ എ തൊയ്ബക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ISI ആണെന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ഇന്റർനെറ്റിനായി പണം ചിലവഴിക്കുന്നതിൽ മലയാളികൾ 1-ാം സ്ഥാനത്ത്. സൊമാലിയയിൽ 58,000 കുട്ടികൾ മരണവക്കിലെന്ന് UN റിപ്പോർട്ട്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറി പുല്ല് തിന്ന ആട് അറസ്റ്റിൽ. 7 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തി. ദുബായ് ഭരണകൂട ഉച്ചകോടിക്ക് പ്രൗഢോജ്വല തുടക്കം. വാർത്തകൾ വിശദമായി. സോളാർ വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അതേസമയം കമ്മീഷന് മുമ്പാകെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന മൊഴി ശരിയാകണമില്ലെന്നും കമ്മീഷനാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അവർ കൊടുക്കുന്ന മൊഴികളെല്ലാം സത്യസന്ധമാകണമെന്നില്ല, അവരുടെ അഭിപ്രായങ്ങളാകാം. അപ്പോൾ ഒരു കമ്മീഷനെ നിയോഗിച്ചാൽ ആ കമ്മീഷന്റെ റിപ്പോർട്ട് വരെ കാത്തിരിക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ് സാർ. ആക്ഷേപമുന്നയിക്കുന്നവർ പൊതുപ്രവർത്തകനെന്ന പരിഗണന പോലും നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സാർ, വിജു രാധാകൃഷ്ണൻ CD ഒന്നെന്ന് പറഞ്ഞപ്പം അതിന്റെ പുറകെ പോയവരെല്ലാം നാണം കെട്ടില്ലേ? എല്ലാം നാണം കെട്ടില്ലേ? സഭയിൽ പ്രതിപക്ഷ നേതാവായി തുടരുന്നതിൽ ലജ്ജ തോന്നുന്നുവെന്ന് പറഞ്ഞ VS ഉമ്മൻചാണ്ടിക്കെതിരെ പിന്നെയും വാക്കുകൾ കടുപ്പിച്ചു. ഇതുപോലെ നാണം കെട്ട ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള സീറ്റിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. ഇതോടെ ഭരണപക്ഷം പ്രതിഷേധവുമായി എഴുന്നേറ്റു. ഇതിനെതിരെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചതോടെ സഭ നിർത്തിവെച്ചു. 50 മിനിറ്റിന് ശേഷം പുനരാരംഭിച്ചപ്പോഴും പ്രതിഷേധം തുടർന്നതോടെയാണ് നടപടികൾ റദ്ദാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നാളെയും മറ്റന്നാളും നടക്കും. പറയുന്നത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് സരിതയ്ക്കെതിരെ സർക്കാർ കേസെടുക്കാത്തതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വണ്ടിച്ചെക്ക് കൊടുത്തിട്ടും കേസെടുത്തില്ല. സ്വന്തക്കാരായതുകൊണ്ടാണ് സരിതയ്ക്കെതിരെ കേസെടുക്കാത്തത്. കേസെടുത്താൽ അത് തങ്ങളെ കൂടി ബാധിക്കുമെന്ന് ഭരണപക്ഷത്തിന് അറിയാമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ബഹളത്തെ തുടർന്ന് നിയമസഭ പിരിഞ്ഞതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത ഉയർത്തി മന്ത്രിമാരെ രാജിവെപ്പിച്ച ഉമ്മൻചാണ്ടി ഇപ്പോൾ മനസാക്ഷിയാണ് വലുതെന്ന് പറഞ്ഞ് അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണ്. സോളാർ കമ്മീഷന് മുന്നിൽ പ്രതിയായ സരിത നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ തെളിവിന്റെയും ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ ഇടപെട്ടതിന്റെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ഇടപെട്ടതെന്നും കോടിയേരി പറഞ്ഞു. ഭീകരസംഘടനയായ ലഷ്കർ എ തൊയ്ബക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് പാക് ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ISI ആണെന്ന് മുംബൈ ഭീകരാക്രമണ കേസിൽ അമേരിക്കയിലെ ജയിലിൽ കഴിയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി വീഡിയോ കോൺഫറൻസിലൂടെ മുംബൈ ടാഡ കോടതിയിൽ നൽകിയ മൊഴിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹെഡ്ലിയുടെ വീഡിയോ കോൺഫറൻസ് വിചാരണ 2-ാം ദിവസം തുടരുകയാണ്. വിവരങ്ങൾ ചോർത്തി നൽകാൻ ഇന്ത്യൻ കരസേനയിൽ ചാരന്മാരെ കണ്ടെത്തണമെന്ന് ISI ആവശ്യപ്പെട്ടിരുന്നു. 2007 ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ യോഗം നടക്കുമ്പോൾ ഹോട്ടൽ ആക്രമിക്കണമെന്ന് ISI ആവശ്യപ്പെട്ടിരുന്നതായും ഹെഡ്ലി മൊഴി നൽകി. 2006 നടന്ന യോഗത്തിൽ താൻ ഇന്ത്യയിലേക്ക് പോകണമെന്ന് അവർ നിർദ്ദേശിച്ചു. സാജിദ് മീർ, മുസാമിൽ, അബു ഖാഫ എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായി പാക് വംശജനായ അമേരിക്കൻ ഭീകരൻ മൊഴിയിൽ വ്യക്തമാക്കി. അൽ-ഖ്വയ്ദയെ തനിക്ക് അറിയാമെന്നും ഹെഡ്ലി സമ്മതിച്ചു. ഇന്ത്യൻ നിയമചരിത്രത്തിൽ ഒരു വിദേശ ഭീകരൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ മൊഴി നൽകുന്നത് ഇതാദ്യമാണ്. മുംബൈ ഭീകരാക്രമണത്തിൽ പാക് ചാരസംഘടനയായ ISIയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഹെഡ്ലിയുടെ മൊഴികൾ. 2008 നവംബറിലെ ഭീകരാക്രമണത്തിനു മുമ്പ് 2 തവണ മുംബൈയിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടെന്നും ഹെഡ്ലി തിങ്കളാഴ്ച മൊഴി നൽകിയിരുന്നു. ഭീകരാക്രമണ കേസിൽ 35 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഹെഡ്ലി അമേരിക്കയിൽ തടവിൽ കഴിയുകയാണ്.
ഇന്റർനെറ്റിനായി പണം ചിലവഴിക്കുന്നതിൽ മലയാളികൾ ഒന്നാം സ്ഥാനത്ത്. 188 രൂപയാണ് ഒരു മലയാളി ഉപഭോക്താവിൽ നിന്നും കമ്പനികൾക്ക് പ്രതിമാസം ലഭിക്കുന്ന വരുമാനം. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് മലയാളികളാണെന്ന് പഠന റിപ്പോർട്ട്. ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടന പുറത്തുവിട്ട പഠനത്തിലാണ് രസകരമായ ഈ കണ്ടെത്തൽ. രാജ്യത്തെ ഇന്റർനെറ്റ് ഉപയോഗ സൂചികയിൽ സംസ്ഥാനം 6ാം സ്ഥാനത്താണെങ്കിലും 1ാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയേക്കാൾ കൂടുതൽ പണമാണ് കേരളത്തിൽ നിന്ന് സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വരുമാനമായി ലഭിക്കുന്നതെന്ന് പഠന റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിമാസം 188 രൂപയാണ് ഒരു ശരാശരി മലയാളി ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ചെലവഴിക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിൽ ഒരു ഉപഭോക്താവ് ചെലവാക്കുന്നത് 147 രൂപ മാത്രമാണ്. അതേസമയം ജനങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ കേരളം ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യത, മൊബൈൽ ഇന്റർനെറ്റ് ഉപഭോഗം, ടെലിഫോൺ സാന്ദ്രത, വീടുകളിലെ ഇന്റർനെറ്റ് കണക്ഷനുകളുടെ എണ്ണം, സ്കൂളുകൾ, തപാൽ ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നീ കാര്യങ്ങളിൽ സംസ്ഥാനം ബഹുദൂരം മുമ്പിലാണ്. കേരളത്തിലെ 90% സ്കൂളുകളിലും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണെന്ന കാര്യം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ വമ്പൻ പദ്ധതികൾ നടപ്പാക്കവെയാണ് സംസ്ഥാനങ്ങളിലെ ഇന്റർനെറ്റ്, മൊബൈൽ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ശക്തമായ വരൾച്ചയും പട്ടിണിയും മൂലം ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ 58,000 കുട്ടികൾ മരണത്തിന്റെ വക്കിലാണെന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട്. പോഷകാഹാരത്തിന്റെ കുറവ് പ്രത്യേകിച്ചും കുട്ടികളിൽ വ്യാപകമാകുന്നത് വളരെ ഗൌരവത്തോടെ കാണേണ്ടതുണ്ടെന്നും 3.5 ലക്ഷത്തിലധികം കുട്ടികൾ നിലവിൽ പോഷകാഹാരത്തിന്റെ കുറവ് അനുഭവിക്കുന്നവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇവരിൽ 58,300 പേർ മരണവക്കിലാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടും UN വെളിപ്പെടുത്തുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ തയ്യാറാക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. 4 വർഷമായി സൊമാലിയ കടുത്ത വരൾച്ചയുടെ പിടിയിലാണ്. ദിനംപ്രതി 10 ലക്ഷത്തോളം പേർ അവരുടെ ഭക്ഷണത്തിനു വേണ്ടി പ്രയാസം നേരിടുന്നുണ്ടെന്നും കണക്കുകൾ പറയുന്നു. മജിസ്ട്രേറ്റിന്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ കയറി പുല്ലു തിന്ന ആട് അറസ്റ്റിൽ. ഛത്തീഗഡിലെ കൊറിയ ജില്ലയിലാണ് ഈ വിചിത്രമായ അറസ്റ്റ് നടന്നത്. ആടിനും ഉടമക്കുമെതിരെ 2 മുതൽ 7 വരെ വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു. പൂന്തോട്ടത്തിൽ മേഞ്ഞു നടന്ന് ചെടികളും പച്ചക്കറികളും ഭക്ഷിച്ചു എന്നീ കുറ്റങ്ങളാണ് ആടിനെതിരെയുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ ആടിനും ഉടമക്കും കോടതി ജാമ്യം അനുവദിച്ചു. ജില്ലാ മജിസ്ട്രേറ്റ് ഹേമന്ത് റാത്രയുടെ വീട്ടിലെ പൂന്തോട്ടത്തിലെ സ്ഥിരം ശല്യക്കാരനായിരുന്നു ഈ ആടെന്നും ഉടമയെ പലതവണ ഈ വിഷയത്തിൽ താക്കീത് ചെയ്തതാണെന്നും ഛത്തീഗഡ് പോലീസ് പറഞ്ഞു. മജിസ്ട്രേറ്റ് രേഖാമൂലം പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന്റെ നേതൃത്വത്തിൽ മിക്ക UAE മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഷേഖുമാരും പങ്കെടുത്ത ചടങ്ങിൽ ദുബായ് രാജ്യാന്തര ഭരണകൂട ഉച്ചകോടിക്ക് പ്രൌഢോജ്വല തുടക്കം. മദീന ജുമൈറയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ രാവിലത്തെ സെഷനിൽ അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഉപമേധാവിയുമായ ജനറൽ ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പങ്കെടുത്തു. UAE ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് അൽ ഗർഗാബിയുടെ പ്രഭാഷണത്തോടെയായിരുന്നു തുടക്കം. 125 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളെത്തി. ഉച്ചകഴിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ സമ്മേളനത്തെ വീഡിയോയിലൂടെ അഭിസംബോധനം ചെയ്തു. വേൾഡ് ബാങ്ക് പ്രസിഡന്റ് ജിം യോങ് കിങ്ങിന്റെ ഉജ്ജ്വല പ്രഭാഷണം ആവേശത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. ബറാക് ഒബാമയുടെ പ്രസംഗം കേൾക്കാൻ ഷേഖ് മുഹമ്മദിന് പുറമെ ദുബായ് കിരീടാവകാശി ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം, ദുബായ് ഉപഭരണാധികാരി ഷേഖ് മഖ്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം, UAE ഉപപ്രധാനമന്ത്രി ഷേഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ, UAE ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷേഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹിയാൻ, UAE സാംസ്കാരിക മന്ത്രി ഷേഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ തുടങ്ങി മിക്ക മന്ത്രിമാരും എത്തിയിരുന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി, VPS ഗ്രൂപ്പ് MD ഡോക്ടർ ഷംസീർ വായലിൽ തുടങ്ങിയവരും സന്നിഹിതരായി. രാവിലെ 8-നാണ് സെഷനുകൾ തുടങ്ങിയത്. നാളെ വൈകുന്നേരം സമാപിക്കും. MA ഉസ്താദ് ദൈക്ഷണിക നഷ്ടത്തിന്റെ ഒരാണ്ട് എന്ന ശീർഷകത്തിൽ കാസർകോട് ജാമിയ സഅദിയ ഖത്തർ കമ്മിറ്റി പഠനസംഗമം സംഘടിപ്പിച്ചു.
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും ചിന്തകനും എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വിയോഗത്തിന് ഒരാണ്ട് പൂർത്തിയാക്കിയ വേളയിലാണ് ദീർഘകാലം ജാമിയ സയ്യിദിയയുടെ ജനറൽ മാനേജറായി പ്രവർത്തിച്ച എം.എ. ഉസ്താദ് അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചത്. ICF നാഷണൽ പ്രസിഡന്റ് പറവണ്ണ അബ്ദുറസാഖ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SYS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് സിദ്ദീഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ഗഫാർ സയ്യിദി രണ്ടത്താണി, അലി അക്ബർ എന്നിവർ പ്രഭാഷണം നടത്തി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇരുളാർന്ന മനസ്സുള്ളിൽ പൊരുളിന്റെ ദീപമുണർത്തേ കാന്തപുരം മാനവ മൈത്രേ കയ്യിലേന്തി കൈരളി ചുറ്റി. ഇരുളാർന്ന മനസ്സുള്ളിൽ പൊരുളിന്റെ ദീപമുണർത്തേ കാന്തപുരം മാനവ മൈത്രേ കയ്യിലേന്തി കൈരളി ചുറ്റി. ധർമ്മത്തിൻ കേരള യാത്ര സിന്ദാബാദ്, കർമ്മത്തിൽ ശാന്തി സുഭങ്ങൾ പെയ്തിത വന്നെത്തി മാനവ സ്നേഹം കൊയ്തിടാൻ. ഇരുളാർന്ന മനസ്സുള്ളിൽ പൊരുളിന്റെ ദീപമുണർത്തേ കാന്തപുരം മാനവ മൈത്രേ കയ്യിലേന്തി കൈരളി ചുറ്റി. കൈരളി മുഴങ്ങും സ്നേഹ ശാദ്വല മന്ത്രം, ശാദ്വല മന്ത്രം. കൈരളി മുഴങ്ങും സ്നേഹ ശാദ്വല മന്ത്രം, ശാദ്വല മന്ത്രം. ഖൈറിനാൽ സുരഭിലമാണീ സുമഗന്ധം, സ്നേഹസുഗന്ധം. ഭൂഷരഭൂവിൽ വിതച്ചു വിത്തുപാകി സൗഹൃദം, വിത്തുപാകി സൗഹൃദം. ദേശമൈക്യ ഭൂമികയായി മാറ്റിടാൻ മനോഗതം, മാറ്റിടാൻ മനോഗതം. ഭാരതത്തിൽ ദൂരം മനുജ മനസ്സുകൾ കന്യം, ദേശമനന്യം. ഭാരതത്തിൽ ദൂരം മനുജ മനസ്സുകൾ കന്യം, ദേശമനന്യം. ഇരുളാർന്ന വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയും അക്രമവും പ്രതികൂലമായി ബാധിക്കുമ്പോൾ വിദ്യാർത്ഥി സമൂഹം സ്വാത്വികരായ പണ്ഡിതന്മാരുടെ മാതൃക പിൻപറ്റി മുന്നോട്ട് വരണമെന്ന് സമസ്ത കേരള സുന്നി യുവജന സംഘം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി പറഞ്ഞു. തെദ്ക്കാറെ അസാത്തീദ് മതവിദ്യാർത്ഥി സംഗമത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വേങ്ങര കുറ്റാളൂർ ബദ്റുദ്ദുജ ഇസ്ലാമിക് സെന്ററിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാസ്ഥാനിക രംഗത്തു നിന്നും മറഞ്ഞുപോയ പണ്ഡിതന്മാരായ താജുൽ ഉലമ, നൂറുൽ ഉലമ, CP ബീരാൻ മുസ്ലിയാർ, നെല്ലിക്കുത്തുസ്താദ് തുടങ്ങിയവരുടെ അനുസ്മരണ സംഗമമാണ് തദ്ക്കാറെ അസാത്തീദ്. ജില്ലയിലെ 75 മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പരിപാടി നടക്കുന്നത്. ബദ്റുദ്ദുജ ഇസ്ലാമിക് സെന്റർ കാര്യദർശി സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി ആമുഖ പ്രഭാഷണം നടത്തി. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി KV ഫക്രുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഷറഫുദ്ദീൻ സൈദി പാങ് അനുസ്മരണ പ്രഭാഷണം നടത്തി. SSF ജില്ലാ ട്രഷറർ നൌഷാദ് സഖാഫി, സെക്രട്ടറി MK മുഹമ്മദ് സഫ്വാൻ, അബ്ദുൽ ഹക്കീം സൈദി അണ്ടോണ, സയ്യിദ് സ്വാലിഹ് തങ്ങൾ, യൂസുഫ് സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രമുഖ പണ്ഡിതൻ മേൽപ്പറമ്പിലെ ഖത്തീബ് എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിര്യാതനായി. 98 വയസ്സായിരുന്നു. 57 വർഷക്കാലം മേൽപ്പറമ്പ് മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദ് ഖത്തീബായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മേൽപ്പറമ്പിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. കുറച്ചുനാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പരേതരായ ചിത്താരി മുഹമ്മദ് ആസിയ ദമ്പതികളുടെ മകനാണ്. ഭാര്യ പരേതയായ ആയിഷ. ചൌക്കി പിരിയടുക്ക ഇബ്നു അബ്ബാസ് ജുമാ മസ്ജിദിൽ മാസം തോറും നടത്തിവരുന്ന ആയിരങ്ങൾ സംബന്ധിക്കുന്ന ബദ്രിയ മജ്ലിസും ഷേഖ് റിഫായി അനുസ്മരണവും വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം നടക്കും. മഹല്ല് ഖത്തീബ് ഉസ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് SYS പ്രസിഡന്റ് സുലൈമാൻ സഖാഫി പ്രഭാഷണം നടത്തും. ബദ്രിയ മജ്ലിസിനും പ്രാർത്ഥനയ്ക്കും അൽ ഹാഫിൽ അസയ്യിദ് ഫഖറുദ്ദീൻ അൽ ഹദ്ദാദ് തങ്ങൾ നേതൃത്വം നൽകും. സിദ്ദീഖ് സൈദി, സയ്യിദ് സഅദി കോട്ടക്കുന്ന് തുടങ്ങിയവർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സരിതയ്ക്കെതിരെ സർക്കാർ കേസെടുക്കാത്തത് സ്വന്തക്കാരായതിനാലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഭീകരസംഘടനയായ ലഷ്കർ-എ തൊയ്ബക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ISI ആണെന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ഇന്റർനെറ്റിനായി പണം ചിലവഴിക്കുന്നതിൽ മലയാളികൾ 1-ാം സ്ഥാനത്ത്. സൊമാലിയയിൽ 58,000 കുട്ടികൾ മരണവക്കിലെന്ന് UN റിപ്പോർട്ട്.
മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറി പുല്ലു തിന്ന ആട് അറസ്റ്റിൽ 7 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തി. സോളാർ വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. പ്രതിഷേധം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദുബായ് ഭരണകൂട ഉച്ചകോടിക്ക് പ്രൌഢോജ്വല തുടക്കം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.